ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഹോം സ്റ്റേ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ യൂണിക് സെല്ലിംഗ് പോയിന്റ് അഥവാ എന്താണ് USP, എങ്ങനെയാണ് നിങ്ങളുടെ ഹോം സ്റ്റേയുടെ USP കണ്ടെത്തുക, ഇതെല്ലാം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്താണ് USP? യൂണിക് സെല്ലിംഗ് പോയിന്റ്. ഇത് നിങ്ങളുടെ ഹോം സ്റ്റേയെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോം സ്റ്റേയിൽ മറ്റുള്ളവയിൽ ഇല്ലാത്തതോ വളരെ കുറച്ചു പേർക്ക് മാത്രം ഉള്ളതോ ആയ ഒരു സ്പെഷ്യൽ കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഹോം സ്റ്റേ ഒരു മലയുടെ മുകളിലാണെന്ന് വെച്ചാൽ അത് തന്നെ ഒരു USP ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം സ്റ്റേയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് നൽകുന്നുവെങ്കിൽ അതും ഒരു USP ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു USP ആകാം. സാധാരണ നമ്മൾ കാണുന്നത് എന്താണ്, ചില ഹോം സ്റ്റേകളിൽ മാത്രം എപ്പോഴും ഗസ്റ്റ് ഉണ്ട്. എന്താണ് അതിന് കാരണം? കാരണം ഇത് തന്നെയാണ്. ഇനി ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് USPയുടെ പ്രാധാന്യം? ഇന്ന് നൂറുകണക്കിന് ഹോം സ്റ്റേകളുണ്ട്. അതിൽ നിങ്ങളുടെ ഹോം സ്റ്റേ എങ്ങനെ ഡിഫറെൻ്റ് ആയി നിർത്താം, അതിനാണ് USP ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഹോം സ്റ്റേയുടെ USP കണ്ടെത്തി അതിനെ ശ്രദ്ധിച്ച് മാർക്കറ്റിംഗ് ചെയ്യുക. അപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഹോം സ്റ്റേ തിരഞ്ഞെടുക്കും. ഇനി ഒരു ഉദാഹരണം പറയാം. ഒരു ഹോം സ്റ്റേയുടെ USP അതിന്റെ ഓർഗാനിക് ഫാമിംഗ് അനുഭവമാണെന്ന് വെച്ചാൽ അത് കേരളത്തിന്റെ കൃഷി സംസ്കാരം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആകർഷകമാകും. മറ്റൊന്നിന്റെ USP ബീച്ച് വ്യൂ ആണെങ്കിൽ സമുദ്രത്തിനടുത്ത് ഒരു ദിവസം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ബീച്ചിലിറങ്ങാൻ ആഗ്രഹമുള്ളവർക്കും കടൽ കാണുവാനൊക്കെ ഇഷ്ടമുള്ളവർക്കും അതൊരു സ്വപ്നം പോലെയാകും. അതുകൊണ്ട് നിങ്ങളുടെ ഹോം സ്റ്റേയുടെ USP കണ്ടെത്തുക. അത് ലൊക്കേഷൻ ആകാം, ഫുഡാകാം, അനുഭവങ്ങളാകാം, സൗകര്യങ്ങളാകാം. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഹോം സ്റ്റേ വളരെ വേഗം പ്രശസ്തമാകും. ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ ഹോം സ്റ്റേയുടെ USP എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. USP കണ്ടെത്താനുള്ള വഴികൾ പറഞ്ഞു തരാം. ഇത് വളരെ എളുപ്പമാണ്, പക്ഷെ ശ്രദ്ധിച്ചു ചെയ്യണം. നമുക്കിത് ക്രമത്തിൽ തന്നെ മനസ്സിലാക്കാം. 1. ലൊക്കേഷൻ. നിങ്ങളുടെ ഹോം സ്റ്റേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് തന്നെ നിങ്ങളുടെ പ്രധാന USP ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഹോം സ്റ്റേ മലകൾക്കൊക്കെ അടുത്താണെങ്കിൽ അത് തന്നെ ഒരു സ്പെഷ്യൽ കാര്യമാണ്. സമുദ്രത്തിനടുത്താണെങ്കിൽ ബീച്ച് വ്യൂ ഉള്ളൊരു ബീച്ചും ഒരു USP ആകാം. ഒരു ഗ്രാമീണ പ്രദേശത്താണെങ്കിൽ കേരളത്തിന്റെ പഴയ സംസ്കാരം അനുഭവിക്കാൻ കഴിയുന്നതും ഒരു സ്പെഷ്യൽ ആകാം. ലൊക്കേഷൻ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ ഏറ്റവും വലിയ USP ആകാം. അതുകൊണ്ട് ഇതിനെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. 2. നിങ്ങളുടെ ഹോം സ്റ്റേയിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്? ഇത് നിങ്ങളുടെ USP ആകാം. ഉദാഹരണത്തിന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കുളം, അതൊരു സ്പെഷ്യൽ കാര്യമാണ്. ഗാർഡൻ ഉണ്ടെങ്കിൽ വരുന്ന ഗസ്റ്റിന് പുറത്തിറങ്ങി നടക്കാനും പുഴകളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ കഴിയും. ഫാമിലിക്ക് വേണ്ടിയായിട്ട് സ്പെഷ്യൽ സ്യൂട്ട് റൂംസ് ഉണ്ടെങ്കിൽ അതും ഒരു USP ആകാം. നിങ്ങളുടെ ഹോം സ്റ്റേയിൽ എന്ത് സൗകര്യങ്ങളുണ്ടോ അത് കസ്റ്റമേഴ്സിനോട് പറയുക. അവർ അതിനെ ആകർഷണീയമായിട്ട് കാണും. 3. നിങ്ങളുടെ ഹോം സ്റ്റേയിൽ കസ്റ്റമേഴ്സിന് എന്ത് സ്പെഷ്യൽ എക്സ്പീരിയൻസസ് നൽകാം? ഇത് നിങ്ങളുടെ USP ആണ്. ഉദാഹരണത്തിന് കേരളത്തിന്റെ പാചകകല അവർക്ക് പഠിക്കാൻ കഴിയും. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാചകം വലിയ ഇഷ്ടമാണ്. ട്രെക്കിങ്, ബോട്ടിങ്, ഫാമിങ് എന്നിവയുടെ എക്സ്പീരിയൻസസ് ഒക്കെ നൽകാൻ കഴിയും. യോഗയോ മെഡിറ്റേഷനോ പോലെയുള്ള ആരോഗ്യപരമായ അനുഭവങ്ങളൊക്കെ നൽകാൻ കഴിയും. 4. ടാർഗറ്റ് ഓഡിയൻസ് ആണ്. നിങ്ങളുടെ ഹോം സ്റ്റേ ആർക്കാണ്? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ USP കണ്ടെത്താൻ എളുപ്പമാകും. ഉദാഹരണത്തിന് കുടുംബങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിൽ സ്വിമ്മിംഗ് പൂള്, ഗെയിമിങ്, സുരക്ഷിതമായ പരിസരം എന്നിവ സ്പെഷ്യൽ ആകാം. ഹണിമൂൺ കപ്പിൾസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ പ്രൈവറ്റ് ബാൽക്കണി, റൊമാൻറ്റിക് ഡിന്നർ എന്നിവ സ്പെഷ്യൽ ആകാം. സോളോ ട്രാവലർമാരൊക്കെ ആണെങ്കിൽ ശാന്തമായ പരിസരവും ട്രെക്കിങ്ങും ഫെസിലിറ്റീസ് ഒക്കെ സ്പെഷ്യലായിട്ട് അവർക്ക് കൊടുക്കാം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ USP കണ്ടെത്തുക. 5. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുക. നിങ്ങളുടെ ഹോം സ്റ്റേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകണം. ഇത് എങ്ങനെ ചെയ്യാം? ഉദാഹരണത്തിന് ട്രീ ഹൗസ് പോലെയുള്ള ഒരു സ്പെഷ്യൽ സ്റ്റേ ഉണ്ടെങ്കിൽ അതൊരു USP ആകാം. കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുവിദ്യയിൽ നിങ്ങളുടെ ഹോം സ്റ്റേ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു USP ആകാം. കല, സംഗീതം, നൃത്തം എന്നിവ പോലെയുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് നൽകുന്നതെങ്കിൽ അതും ഒരു USP ആകാം. നിങ്ങളുടെ ഹോം സ്റ്റേയുടെ സ്പെഷ്യൽ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ ശ്രദ്ധിച്ച് മാർക്കറ്റിംഗ് ചെയ്യുക. ഇന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടത് നിങ്ങളുടെ ഹോം സ്റ്റേയുടെ യൂണിക് സെല്ലിംഗ് പോയിന്റ് അഥവാ USP എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ്. ലൊക്കേഷൻ, ഫെസിലിറ്റീസ്, എക്സ്പീരിയൻസസ്, ടാർഗറ്റ് ഓഡിയൻസ് എന്നിവയെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ USP എന്താണെന്ന് കണ്ടെത്താൻ കഴിയും. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഹോം സ്റ്റേ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകണം, അതിനാണ് USP ഉപയോഗിക്കേണ്ടത്.
നിങ്ങളുടെ ഹോം സ്റ്റേയുടെ സ്പെഷ്യൽ കാര്യം കണ്ടെത്തി അതിനെ ശ്രദ്ധിച്ച് മാർക്കറ്റിംഗ് ചെയ്യുക. അപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഹോം സ്റ്റേ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ഹോം സ്റ്റേ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തയ്യാറാകൂ. ഒരു ഹോം സ്റ്റേ തുടങ്ങുന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞങ്ങൾ റിപ്ലൈ തരാം. ദയവായി കോൾ ചെയ്ത് സമയം കളയരുത്. ഹോം സ്റ്റേ ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നിങ്ങളുടെ ഹോം സ്റ്റേ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ എല്ലായ്പ്പോഴും കൂടെയുണ്ട്.